ഞാൻ ചുരിദാറിൻ്റെ നെക്കിന് ഡിസൈൻ ചെയ്യുന്നത്, അതായത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് വി നെക്കാണ്. അപ്പോൾ ഞാൻ വെട്ടി കട്ട് ചെയ്തിട്ടുണ്ട്. അളവ് ഞാൻ പറഞ്ഞുതരാം. 7 ഇഞ്ച് വീതി, 6.5 ഇഞ്ച് നീളം, അതായത് വിത്ത് 7 ഇഞ്ച്. ഈ 7 ഇഞ്ച് എന്ന് പറയുന്നത് മടക്കിയിട്ട് വരുമ്പോൾ, ഇതിനെ ക്യാൻവാസിനെ രണ്ടായിട്ട് മടക്കിയിട്ട് വരുമ്പോൾ 3.5 ഇഞ്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഈ വീതി കുറയ്ക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് എടുത്താൽ മതി. ലെന്ത് അതനുസരിച്ച് ചെയ്യാം. ഇപ്പം വീനക്കാണ് ഞാൻ വെട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ വെട്ടിയിട്ടുണ്ട്. തുണിയിൽ ഒട്ടിക്കുന്ന വിധമാണ് പറഞ്ഞു തരുന്നത്. ഇത് പശയുള്ള വശം തുണിയിലിടുക. അയൺ ബോക്സ് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ട, പ്രസ് ചെയ്ത് ഇപ്പോൾ അതിനകത്ത് ഒട്ടിയിരിക്കും തുണിയിൽ. കണ്ട, ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 7 ഇഞ്ച് വീതിയിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം മടക്കിയിടുമ്പോൾ അത് 3.5 ഇഞ്ചാവും. നിങ്ങൾക്ക് ഇത്രയും വീതി വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ 3 ഇഞ്ച് മതി, 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ 6 ഇഞ്ചാവും. ലെന്ത് 6.5 മതി, എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കുക. ഓക്കെ. എന്നിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷം തുണിയിൽ പശയുള്ള വശം തുണിയുടെ അടിയിൽ വെച്ച് ഇങ്ങനെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ അയൺ ബോക്സ് എടുത്ത് നല്ലോണം ചൂടാക്കിയിട്ട് ഇങ്ങനെ തേക്കരുത്. അയൺ ബോക്സ് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം 1/4 ഇഞ്ച് തുണി ഇങ്ങനെ മാറ്റണം. കണ്ടോ, 1/4 ഇഞ്ചോ ഒരു 1/2 ഇഞ്ചോ ഇങ്ങനെ വിട്ടതിന് ശേഷം നമുക്ക് ഈ ബാലൻസ് നിൽക്കുന്നത് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് ഇതേപോലെ അടിച്ചതിന് ശേഷം ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടൊക്കെ അപ്പോൾ അതേപോലെ ഇതിന് സെൻറ്റർ എടുക്കണം കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഇതാ. നമ്മൾ ചുരിദാറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് ലൈനിങ് ഇട്ട് ചേർത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററും കൂടെ ചേർത്ത് ഇങ്ങനെ വെക്കും. കാണാമോ? ചേർത്ത് വെച്ചതിന് ശേഷം, അതായത് നെക്കിൻ്റെ സെൻറ്ററും ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് വശത്തിൻ്റെ സെൻറ്ററും ചേർത്ത് നമ്മൾ നോച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് ഇങ്ങനെ ഒരു അടി കൊടുത്തിട്ട് ക്യാൻവാസിൽ തൊടാതെ നമ്മൾ ക്യാൻവാസിനോട് ചേർന്ന്, ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ, ഇതിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ 3 വശവും ചേർത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തതിന് ശേഷം ക്യാൻവാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളിലോട്ടാക്കിയിട്ട് പിന്നെ മുകളിൽ കൂടെ ഒരു പ്രസ്സിങ് അടിയും കൂടെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്ത് നെക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പർ ക്യാൻവാസിൽ 30 ഡിസൈൻ കൊടുക്കുന്നുണ്ട്. കൊറിയർ വഴി ആവശ്യക്കാർക്ക് ഞാൻ വെറൈറ്റി ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള 30 ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെക്ക് നമുക്ക് കട്ട് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നും കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് 30 ക്യാൻവാസ് കട്ട് ചെയ്ത് കൊറിയർ അയക്കുന്നുണ്ട്. നിങ്ങളുടെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പല പല മോഡലുള്ള കട്ട്, ഈ അകലം മതിയെങ്കിൽ ഈ അകലം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് കട്ട് ചെയ്ത്. അപ്പോൾ ഇത് വേറെ ഒരെണ്ണം ഇങ്ങനെ പല മോഡൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആവശ്യക്കാരനുസരിച്ച് കട്ട് ചെയ്തിട്ട് കൊറിയർ അയച്ചു തരും. താല്പര്യമുണ്ടെങ്കിൽ പറ കേട്ടോ. ഓക്കെ.